യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അതിൻ്റെ അധികാരത്തെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നും നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. അതെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ കീഴിലുള്ള ശക്തി ഒരുവൻ പ്രാപിച്ചു കഴിയുമ്പോൾ അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. നമ്മളുടെ കരങ്ങൾ കർത്താവിൻ്റെ കരങ്ങളുമായി ബന്ധിക്കുക. നമ്മളുടെ കരങ്ങൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്തവരും കർത്താവിൻ്റെ കരവുമായി യോജിച്ച് നമുക്ക് അനേക വൻകാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും. അതിന് വിശ്വാസം നമുക്കാവശ്യമാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലതും ചെയ്യുവാൻ കർത്താവ് നമ്മെ മതിയാക്കുന്ന ദൈവമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായ യാതൊന്ന് കഴിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. അതെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടുന്ന തിരിച്ചറിവാണ്, നാം എന്തെങ്കിലും ദൈവനാമത്തിനു വേണ്ടി ചെയ്യുമ്പോൾ അത് നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തി നിമിത്തമാണ് എന്ന് നാം തിരിച്ചറിയുക. നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയെ അത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ തയ്യാറാകുക. എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അതെ, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരത്തക്കവണ്ണം നമ്മളുടെ കൈകളെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി. എൻ്റെ നീതിയുടെ വലം കൈ കൊണ്ട് ഞാൻ അവരെ താങ്ങും എന്ന് യെശയ്യാപ്രവചനം 40:10. എൻ്റെ നീതിയുടെ വലം കൈ പിടിച്ച് ഞാൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവരെ സഹായിക്കും എന്ന് യെശയ്യാവ് 40:13 പറയുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ വലം കൈക്ക് പിടിച്ച് വഴി നടത്തുന്ന സർവശക്തനായ ദൈവം അനുദിന ജീവിത സാഹചര്യത്തിൽ നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരം ഇന്നും നമ്മോട് കൂടെയുണ്ട്. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ